Peter chapter 3 verses 10 to 12. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതിർത്തിയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, കാരണം അത് സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്ത ഒരു പോർഷനാണ്. ഞാൻ ഇതിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും പറയാനല്ല ആഗ്രഹിക്കുന്നത്. വേറൊരു തലം ആണ് ഇന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അത് നേരത്തെ വിജുവയെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഈ ലോകത്ത് നമ്മളെ ആക്കി വെച്ചത് ലോകസ്ഥാപനത്തിനു മുമ്പേ സോനു എന്ന വ്യക്തി ഈ സമയത്ത് ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന മാതാപിതാക്കൾക്ക് ജനിക്കണം. ആ വ്യക്തിനെ ദൈവം സെലക്ട് ചെയ്യുകയും ദൈവം അത് എന്നോട് ഇടപെടുകയും ദൈവത്തെ മനസ്സിലാക്കിയെ പരിചയപ്പെടുത്തി തരികയും ഒക്കെ ചെയ്യുന്ന വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ പദ്ധതി നിറവേറ്റിയില്ലെങ്കിൽ നമ്മൾ അതായത് ദൈവം ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് നടന്നില്ലെങ്കിൽ എല്ലാം വൃഥാവായി. നമ്മൾ ഈ പെന്തക്കോസുകാരെന്നുള്ള ലേബിളിൽ നടന്നിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ വർജനം ആചരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഫാക്ട് ആക്ച്വലി. പക്ഷേ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ, ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഒക്കെ പോയി, ഇവിടെയും പോയി വരാനുള്ളതും പോയി എന്നുള്ളൊരു അവസ്ഥ വരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇന്ന് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ വേദഭാഗം വായിച്ചതിന്റെ അവസാനത്തെ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു: എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ: എങ്ങനെ ഈ മനുഷ്യൻ ദുഷ്പ്രവൃത്തിയാകുന്നത്, ദുഷ്ടനായി തീരുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ പറ്റില്ല എന്ന് സത്യമായി പറയുന്നു. അപ്പൊ അതിന്റെ ഒരു ആശയം എന്ന് വെച്ചാൽ, ശിശു ആയിരിക്കുന്ന അല്ലെങ്കിൽ ശിശുവിന്റെ അവസ്ഥ പ്യുവറാണ്. യേശു പോലും സ്വർഗരാജ്യം പ്രാപിപ്പാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണിക്കുന്നത് ശിശുവിനെയാണ്. ദാറ്റ് മീൻസ് ഒരാള് ദുഷ്പ്രവർത്തിക്കാരനായിട്ടൊന്നും ജനിക്കുന്നില്ല സാധാരണഗതിയിൽ. ഹല്ലേലൂയ. സാധാരണഗതിയിൽ ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നോർമലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ ദെർ ആർ സം എക്സെപ്ഷണൽ കേസ്. അത് അതിന്റെ ഹിന്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതായത് യിരെമ്യാ ഒക്കെ അമ്മയുടെ ഉദരത്തിലെ തന്നെ പ്രവാചകനായിട്ട് അനോയിന്റഡാ. ഹല്ലേലൂയ. അതുപോലെ യോഹന്നാൻ അതായത് ശിശു ഉള്ളിൽ, അതായത് മറിയ എലിസബത്തിനെ കാണുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ശിശു ഉള്ളില് തുള്ളി. അപ്പൊ സ്പിരിച്വൽ സാധനങ്ങൾ, അങ്ങനെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. വൈസ് വേഴ്സ ഉണ്ട്. അതായത് ചില ഈവിൾ പൊസസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ ഒരു ബേസിക് കേസ് എടുത്തിട്ടാണ് തുടങ്ങണേ. എന്നാ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സെപ്ഷൻ കിട്ടും. അത് വിടുക, അത് ഞാൻ വിട്ട, അത് അതിന്റെ കേസ് വിട് പോട്ടെ. പക്ഷെ ജനറലി യേശു പറഞ്ഞ സംഭവം ഫാക്ട് ഇസ് ട്രൂ. ഹല്ലേലൂയ. അപ്പോ ഒരു മനുഷ്യനും ദുഷ്പ്രവർത്തിക്കാരനായിട്ട് സാധാരണഗതിയിൽ ജനിക്കുന്നില്ല. അപ്പോ എങ്ങനെയാണ് ഈ മനുഷ്യൻ ദുഷ്പ്രവർത്തിക്കാരനായിട്ട് തീരുന്നത്? അത് നമുക്ക് അറിയേണ്ട ഒരു, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫില് യഥാർത്ഥമായ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ശരിക്കും കുറച്ചുകൂടെ ഒരു ബോധത്തോടെ നയിക്കാൻ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കാം. അതിനുവേണ്ടി 1 തെസ്സലോനിക്കർ 5:23 ഒന്ന് വായിക്കാവോ? 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ
അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മള് തിരുവത്താഴത്തിനൊക്കെ ശേഷം വായിക്കുന്ന ഒരു വേദഭാഗമാണ് അതിന്റെ അവസാനത്തെ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാനുള്ളത്, ഞാൻ ചില പ്രിൻസിപ്പിൾ പറയാനാണ്. ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചില ജ്ഞാനത്തിന്റെ ചില കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ദൈവം എന്നെ വെളിപ്പെടുത്തിയത് സഭയോട് പറയാൻ പറഞ്ഞ ആ ഒരു ടാസ്കിലാണ് ഇപ്പൊ ഞാൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന പൗലോസ് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഹല്ലേലൂയ. പൗലോസ് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ മേ യുവർ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ പോലെ നമ്മൾ അതിനെ കാണുവാണെങ്കിൽ, ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ എല്ലാവർക്കും മനുഷ്യരും മുകളിൽ ഒരു സോൾ ഉണ്ട്, ഇവിടെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബോഡി ഉണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ചേർന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ഈ മൂന്നും പ്യുവർ ആയിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം കർത്താവിന്റെ വരവിൽ. ദാറ്റ് ഈസ് ദ റിക്വയർമെന്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ടാർഗറ്റ്. അപ്പൊ ഇത് ഓർക്കണേ, എപ്പോഴും ഓർക്കണേ, ഒരു സോള്, ഒരു സ്പിരിറ്റ്, ഒരു ബോഡി. ട്രയാങ്കിൾ പോലെ എടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് അങ്ങനെ കാണാം. നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പിക്ചറായിട്ട് വെച്ചേരെ. മുകളില്ല സോള്, ഇനി സ്പിരിറ്റ്, ഇത് ബോഡി. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് വേറൊരു വാചനം കൂടെ ക്രോസ് റെഫർ ചെയ്യാം. നമുക്ക് അതിനുവേണ്ടി സഭാപ്രസംഗി 12:5 മുതൽ 7 വരെ വാക്യങ്ങൾ വായിക്കാം. സഭാപ്രസംഗി 12:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അന്നേ അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും. ഗതാംബരം പൂക്കും, തൊള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും. പുറമെങ്കിലെ കുടമുയരും, കുടയും കിണറ്റെങ്കിലെ ചക്രം തകരും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചെല്ലും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. ഇത് നമുക്ക് ഈ മരണ സമയത്തൊക്കെ ശുശ്രൂഷയില് സ്ഥിരം വായിക്കുന്ന വേദഭാഗം. അപ്പൊ അതിനകത്ത് ഞാൻ പോയിന്റ് മാത്രമാണ്, അതായത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, അറിവിലേക്ക് വരുന്ന, നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച പൗലോസ് പറഞ്ഞ ആ കാര്യം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതായത് മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ വചന ശുശ്രൂഷ പ്രത്യേകിച്ച് മരണത്തിന്റെ സമയത്ത് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ശ്രദ്ധിക്കണമേ, ഇവിടെ ഇത് പറയുന്നു മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നത് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചെല്ലും. അതായത് ബോഡി അത് ഡീക്കേ ആവും, അത് ഭൂമിയിലേക്ക് തിരിച്ചു പോകും. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മാവ്, സ്പിരിറ്റ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടങ്ങിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഈ ട്രയാങ്കിളില് സോൾ ഉണ്ടെന്ന് പറഞ്ഞു, സ്പിരിറ്റ് പറഞ്ഞു, ബോഡി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ സ്പിരിറ്റ് ദൈവത്തിന്റെ അടുത്തോട്ട് പോകും, ബോഡി ഭൂമിയിലോട്ട് പോകും. പിന്നെ ഈ സോൾ ആണ് ശരിക്കും പറഞ്ഞ അതിന്റെ ശാശ്വത ഭവനത്തിലോട്ട്. ഒന്നീ നിത്യ അല്ലെങ്കിൽ നിത്യ നാശത്തിലോട്ട്, അല്ലെങ്കിൽ നിത്യരക്ഷയിലോട്ട് പോകും, ശാശ്വത ഭവനത്തിലോട്ട് പോകും. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ആക്ച്വലി നമ്മളെന്ന് പറയുന്ന മരണശേഷവും ഉള്ളത് സോളാണ്. സോൾ. ഈ മലയാളത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സോളിനും സ്പിരിറ്റിനും ആത്മാവെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരാം മലയാളത്തില്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. സോളിന്റെ സ്ഥാനത്ത് സോളും ആത്മാവിന്റെ സ്ഥാനത്ത് ആത്മാവും തന്നെ എഴുതിക്കണം. അപ്പൊ ഈ ട്രയാങ്കിളിൽ എന്താ സംഭവിക്കണേ? ഹല്ലേലൂയ. ഈ സോളാണ് മരിച്ചതിന് ശേഷം അപ്പോഴും അത് ശാശ്വത ഭവനത്തിലോട്ട് പോകാനുള്ളത്. അപ്പൊ യഥാർത്ഥമായിട്ട് യേശു, അതായത് ഈ നിങ്ങൾ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്ന മലയാളത്തിൽ എഴുതിയേക്കണം. ആക്ച്വലി അവിടെ സോളാണ്, അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയേക്കണം. ആ സോള് പോയാൽ, ഈ സംഭവം പോയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മളാകുന്ന വ്യക്തി, നമ്മൾ ഓരോരുത്തരും ഈ ട്രയാങ്കിൾ ആണ് ആക്ച്വലി നമ്മൾ. ഹല്ലേലൂയ. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? ഒരു മനുഷ്യൻ എങ്ങനെ ദുഷ്പ്രവർത്തിക്കാരനാകണേ എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ലേ നമ്മൾ തുടങ്ങിയത്. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഓരോ വ്യക്തി ഇങ്ങനെ ആലോചിച്ചോ, ഞാനെന്ന വ്യക്തിയില്, എന്നില് ഈ കാണുന്ന ബോഡി ഉണ്ട്, എനിക്കൊരു സോൾ ഉണ്ട്, ദൈവം തന്ന സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിൽ ഇതർ ഹോളി സ്പിരിറ്റ് സംവേദിക്കും, അല്ലെങ്കിൽ ഹീവിൾ സ്പിരിറ്റ് സംവേദിക്കും. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ. ദൈവത്തിന്റെ റിക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ എന്റെ ആത്മാവും ഹല്ലേലൂയ എന്റെ സോളും എന്റെ ബോഡിയും ബ്ലെയിംലെസ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം. അതാണ് ഹല്ലേലൂയ യേശുവിന്റെ സിസ്റ്റം, അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള ഹല്ലേലൂയ ആ ഒരു ഉദ്ദേശം. അതാണ്. ഹല്ലേലൂയ.
ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? സ്പിരിറ്റ് പോകും, ബോഡി പോകും, സോൾ അപ്പോഴും നിലനിൽക്കും, സോള് ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പൊ ട്രയാങ്കിളിന്റെ കാര്യം എല്ലാവർക്കും വളരെ അണ്ടർസ്റ്റാൻഡ് ആയെന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടന്റ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. ഇനിയും എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതെന്ന് ബൈബിളിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 12:11 വായിച്ചാട്ടെ. 12:11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അടുത്തത് ബാക്കി മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇനിയല്ലേ ബാക്കി? ഓക്കെ, അത്രേ ഉള്ളൂ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോ ഈ ട്രയാങ്കിൾ ആകുന്ന വ്യക്തികൾ, ഈ വ്യക്തികളൊക്കെ ശ്രദ്ധിക്കണമേ. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് പ്യുവറായവരാണ്. അവിടെ എത്തുന്നവരെ കുറിച്ചാണ് എഴുതിയത് കേട്ടോ. അവിടെ എത്തുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ്: കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് വന്നത്, പിന്നെ സാക്ഷ്യവചന ഹേതുവായിട്ടാ വന്നത്, മരണപര്യന്തം, അതായത് ഭൂമിയിലായിരുന്നപ്പോൾ മരണപര്യന്തവും തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ ആ ഒരു രീതിയിൽ എടുക്കാം. അതായത് ഈ പറഞ്ഞ വ്യക്തികളുടെ ആത്മാവും അവരുടെ പ്രാണനും, അതായത് സോളും അവരുടെ ബോഡിയും യഥാർത്ഥമായ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി ജീവിതങ്ങളായിരുന്നു. മാത്രമല്ല അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ അവർ അവനെ സാക്ഷ്യഹേതുവായി, അത് അവരവരുടെ ഈ ട്രയാങ്കിൾ ആകുന്ന ഈ വ്യക്തികളുടെ സാക്ഷ്യം ഹേതുവായി ജയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സാക്ഷ്യം എങ്ങനെയാ? സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ഹല്ലേലൂയ. അത് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് സാക്ഷ്യം പറയുന്ന ഒരു മൂവരാണ്. ഹല്ലേലൂയ. ആത്മാവ്, ജലം, രക്തം. ഹല്ലേലൂയ. ആ വേദഭാഗങ്ങളിലെ വെരി സിമ്പിൾ ആയിട്ട് എളുപ്പത്തിന് പറഞ്ഞ ഒന്ന്, ഈ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് പറയണം. ഞാൻ പറഞ്ഞില്ലേ ട്രയാങ്കിൾ ആണെന്ന്. നമ്മുടെ സ്പിരിറ്റ്, ദൈവത്തിന്റെ സ്പിരിറ്റ് നമ്മളിൽ വസിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആത്മാവുള്ള അവസ്ഥ വരിക. ദൈവത്തിന്റെ സ്പിരിറ്റ് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ദൈവ പൈതൽ എന്ന് പറയുന്ന. ഈ ആത്മാവ് ഇല്ലാത്തവൻ എന്താന്ന് എഴുതിയേക്കണേ? അവനുള്ളവനല്ല, ലോ മനുഷ്യനാ. ഹല്ലേലൂയ. ഈ ആത്മാവില്ലാത്ത ഈ ട്രയാങ്കിളിലെ ഈ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ എന്താണ്? ലോക മനുഷ്യൻ. ആത്മാവുള്ള മനുഷ്യൻ മാത്രമേ ദൈവ മനുഷ്യനാകുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ സാക്ഷ്യവചന ഹേതുവായി ഇവനിലുള്ള ആത്മാവ് പറയണം, ഇവൻ എന്റെയാണ്, ഇവൻ ഞാൻ പറയുന്ന പോലാണ് ജീവിക്കുന്നത്, എന്റെ രീതിയിലാണ് അവൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ആ ജീവജലം പറയണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവൻ ഹല്ലേലൂയ യഥാർത്ഥമായി എന്റെ ജീവജലത്തിന്റെ നീരുറവ ഉള്ള ജീവജലത്തിന്റെ ഹല്ലേലൂയ അത് പെർമനന്റ് ആയിട്ട് ആമേൻ ഹല്ലേലൂയ കിട്ടുവാൻ അവൻ യോഗ്യനാണെന്ന് പറയണം. കുഞ്ഞാടിന്റെ രക്തം പറയണം. ഇവൻ ഹല്ലേലൂയ യഥാർത്ഥമായി ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാധനം ദൈവത്തിന്റെ സിസ്റ്റം പറയണം. അത് കൂടാതെ ദൂതന്മാരുണ്ട് നമ്മുടെ അടുത്ത്, സാത്താനുണ്ട്, ഈവൻ നമ്മുടെ ഡസ്റ്റ് പോലും സാക്ഷ്യം പറയും. ഡസ്റ്റ് പോലും ബൈബിളിനനുസരിച്ച് പൊടി പോലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ്. ഹല്ലേലൂയ. അപ്പോ എങ്ങനെയാ അവിടെ ചെല്ലണം? ഹല്ലേലൂയ. യഥാർത്ഥമായി സാക്ഷ്യം വേണം. ഒന്ന്, പ്യൂരിഫിക്കേഷൻ വേണം, സാക്ഷ്യം വേണം. മാത്രമല്ല ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാണനെ സ്നേഹിച്ചുകൊണ്ട് സമയം നടക്കാനും പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ യഥാർത്ഥമായ ആശയം ശരിക്കും ഉൾക്കൊള്ളാൻ ഹല്ലേലൂയ കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ആഴത്തിലായിട്ട് അത് കിട്ടും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ യഥാർത്ഥമായി ഈ ആത്മാവും ഈ സോളും ഈ ബോഡിയും ഉള്ള ഒരു മനുഷ്യരാണ്. ആ മനുഷ്യർ യഥാർത്ഥമായ സാക്ഷ്യമുള്ള മനുഷ്യരായിരിക്കണം. അതാണ് ദൈവത്തിന്റെ ഒരു റിക്വയർമെന്റ്. ഹല്ലേലൂയ. അത് യോഹന്നാൻ പറയുന്നത് ബ്ലെയിംലെസ് ആയിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ അത്ര പെർഫെക്റ്റ് ആയ ഒരു അവസ്ഥയാണ് ദൈവം ഡിസൈൻ ചെയ്തേക്കണം. ഹല്ലേലൂയ. ഇനി എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ എന്താ ടാർഗറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ദുഷ്പ്രവർത്തിക്കാരാവുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക്
നമുക്ക് ഈ റോമാലേഖനം 8:4 ഒന്ന് വായിക്കാം. റോമാലേഖനം 8:4. ജഡത്തെയല്ല അതെ, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഹല്ലേലൂയ. യെസ്, ഇവിടെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതിനുശേഷം ഈ NKJV ആരുടെയിലും ഉണ്ടോ? NKJV KJV ആരുടെയിലും? Therefore there is no condemnation for those who are in Christ Jesus, who do not walk according to flesh but according to spirit. അങ്ങനെ ആരുടെ ബൈബിളിലൊക്കെ എഴുതിയേക്കണേ? NKJV ആരും ഉപയോഗിക്കുന്നുണ്ടോ? പക്ഷേ KJVയോ NKJVയോ ഇനി ആക്ച്വൽ ഗ്രീക്ക് ബൈബിളിലോ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ വാക്യം അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവേദിയും ഇല്ല എന്നത് ഇൻകംപ്ലീറ്റ് ആണ്. അതിനുശേഷം who does not walk, who do not walk according to the flesh but according to the spirit എന്നുണ്ട്. There is therefore now no condemnation to them which are in Jesus Christ, who walk not after the flesh but after the spirit. ആമേൻ, ഹല്ലേലൂയ. ഇത് കണ്ടോ ആക്ച്വൽ സാധനം. പക്ഷെ മിസ്സായത് കണ്ടോ? മിസ്സായ സാധനം എന്ത് ഡേഞ്ചർ ആണെന്നറിയോ അത്? അതായത് ഹല്ലേലൂയ, ദൈവം ശിക്ഷാവിധി ഇല്ല എന്ന് അല്ലെങ്കിൽ പൗലോസ് എഴുതി വെച്ചേക്കുന്ന പൗലോസിന്റെ സംഭവത്തിനകത്ത് അതുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞ് ടപ്പ് ചെയ്ത് നിർത്തിയിട്ടില്ല. ആത്മാവിൽ നടക്കുന്നോ, അത് ജഡത്തെ അല്ല ആത്മാവിനെ നടക്കുന്നോ, അവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് എഴുതിയേക്കണേ. എന്തുകൊണ്ട്? ഭാഗ്യത്തിന് 4-ാമത്തെ വാക്യത്തിൽ അത് കിടപ്പുണ്ട്, അത് എടുത്തു കളഞ്ഞിട്ടില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മൾ ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഗ്രീക്കിലോ അതിന് ഒത്തിരി ടൂൾസ് ഉണ്ട്. ഇപ്പം BibleHub.com ഒക്കെ അതിനകത്ത് നമുക്ക് ഇന്റർലീനർ ബൈബിളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടോ. ഈ ആക്ച്വൽ നമുക്ക് ഗ്രീക്കിലോ ഹീബ്രുവിലോ ഒക്കെ പോയി ചെക്ക് ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ 4-ാമത്തെ സിസ്റ്റത്തിൽ എഴുതിയേക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, അതെ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ആത്മാവിൻ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. ഹല്ലേലൂയ. അപ്പോ ഈ ട്രയാങ്കിൾ ആകുന്ന മനുഷ്യൻ, അതായത് സോൾ, സ്പിരിറ്റ് ആൻഡ് ബോഡി, ഈ ബോഡി ഇങ്ങനത്തുള്ള മനുഷ്യൻ ദൈവത്തിന്റെ സിസ്റ്റം, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സിസ്റ്റമാണ്, ദൈവത്തിന്റെ റിക്വയർമെന്റ് ആണ്. അത് ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ ഈ മനുഷ്യൻ ഈ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നടന്നാൽ ഫുൾഫിൽ ആകൂല. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഇതിൽ മനുഷ്യൻ, അതായത് ഇയാൾക്കൊരു സോൾ ഉണ്ട്, ഇയാൾക്കൊരു സ്പിരിറ്റ് ഉണ്ട്, ഇയാൾക്കൊരു ബോഡിയും ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഫ്ലഷിൽ നടക്കുന്ന സിസ്റ്റം. ഹല്ലേലൂയ. ഇനി ആത്മാവിൽ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് അറിയാവോ? ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ, സ്പിരിറ്റ്, ഹല്ലേലൂയ, ആരെങ്കിലും യഥാർത്ഥമായി ദൈവത്തെ, യേശുവിനെ യഥാർത്ഥമായി രക്ഷിതാവായി സ്വീകരിച്ച് പർപ്പസ്ഫുള്ളി ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യെസ്, ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല, ഐ നീഡ് യുവർ ഇൻസ്ട്രക്ഷൻ, പ്ലീസ് ലീഡ് മീ, ഹല്ലേലൂയ, യെസ്, ഐ നീഡ് യുവർ ഹെൽപ്പ് ടു, യെസ്, ടേക്ക് ഡിസിഷൻ, യെസ്, അങ്ങ് എന്നെ ഡയറക്റ്റ് ചെയ്യണം, അങ്ങ് എന്നെ ഗൈഡ് ചെയ്യണമെന്ന് പർപ്പസ്ഫുള്ളി യേശുവിന്റെ ദൈവത്തെ, ആത്മാവിനെ വിളിച്ചു വരുത്തി, ആത്മാവ് ഒരു ആംഗിൾ, ഒരു ഡയറക്ഷൻ, ഒരു ഐഡിയ തന്നിട്ട് അതിനകത്ത് ജീവിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന സിസ്റ്റം. ഹല്ലേലൂയ. ഡൗട്ട് ഉണ്ടെങ്കിൽ ദാവീദ് ഇങ്ങനെ ഒരാളായിരുന്നു, ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് ഡൗട്ട് തീർക്കാം. സങ്കീർത്തനം 31 പോകാം. സങ്കീർത്തനം 31, അതിനകത്ത് ആദ്യം മുതലേ ഉള്ള വാക്യങ്ങൾ, ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. യെസ്. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ. അത് ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഓക്കെ. നിന്റെ ചെവിയിലേക്ക് ചായച്ച് എന്നെ വിടുവിക്കണമേ. ഓക്കെ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കണമേ, കോട്ടയായും ഇരിക്കണമേ. എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ, നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഓക്കെ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, ദാവീദ് ഭയങ്കര പ്രശ്നത്തിലാണ്.
ശത്രുക്കളാൽ ദാവീദിനെ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ദാവീദിനെ വീഴ്ച കളയാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പിലാണ് ദാവീദ് ഇപ്പൊ ഇരിക്കണത്. ഹല്ലേലൂയ. പക്ഷെ ഈ ദാവീദിന് ഈ ട്രയാങ്കിൾ സിസ്റ്റം അറിയാം. ഹല്ലേലൂയ. ദാവീദിന് അറിയാം. കാരണം എന്താണെന്നറിയോ? അടുത്ത വാക്യം വായിച്ചേ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഹല്ലേലൂയ. ഇത് കണ്ടോ, ഈ ദാവീദിന് ഇതിന്റെ റെവലേഷൻ ഉണ്ട്. അതായത് ദാവീദിന് അറിയാം, ഞാനെന്ന വ്യക്തി, എനിക്കൊരു സോൾ ഉണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് എന്താ ചെയ്തേ? എന്റെ ആത്മാവുണ്ടല്ലോ, എന്റെ ആത്മാവ്, അതിനെ അങ്ങയുടെ കയ്യിലോട്ട് തരുന്നു. അങ്ങയാൽ കൺട്രോൾ ആവാൻ വേണ്ടി തരുന്നു. ദൈവമേ, അങ്ങ് കൺട്രോൾ ചെയ്യണമേ എന്നൊരു ഒറ്റ പ്രാർത്ഥന. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. ഓ, ദാവീദിനറിയാം, അവന്റെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിനെ പറ്റുള്ളൂ. അവൻ എന്തെങ്കിലും ദൈവമില്ലാതെ, ആത്മാവിന്റെ ഫീഡിങ് ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത നാശത്തിലോട്ട് പോകുന്ന ദാവീദിനെ അറിഞ്ഞുകൊണ്ട് ദാവീദ് ഒരു ബ്രില്യൻ ഡിസിഷൻ എടുത്തു. സാത്താനെ, എന്റെ തലേ നീ ഒന്ന് തോന്നിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് നമുക്കിപ്പോൾ പറയാം. ഹല്ലേലൂയ. ഒരു തെറ്റായ ചിന്തകള്, റോങ് ഐഡിയോളജി, റോങ് തോട്ട്സിന് യേശുവിന്റെ നാമത്തിൽ അനുവാദമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവമേ, ഐ നീഡ് യുവർ സ്പിരിറ്റ്, ലെറ്റ് യുവർ സ്പിരിറ്റ് കൺട്രോൾ മീ ആൻഡ് ഗൈഡ് മീ. ഓ ജീസസ്. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ദാവീദിനുണ്ടായിരുന്നു ഈ ട്രയാങ്കിളിൽ. ഇനി വേറൊരു ഒരു ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അടുത്ത വാക്യം ഇവിടുന്ന് വായിച്ചാട്ടെ. അതിന്റെ ബാക്കി കൂടെ. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി 6-ാം വാക്യം. വിദ്യാബുദ്ധികളെ സ്നേഹിക്കുന്നവരെ ഞാൻ ഭയക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം എഗെയിൻ ഒരു വലിയ ഒരു ട്രാൻസ്ലേഷൻ പ്രശ്നമാണത്. അതായത് വിദ്യാമൂർത്തി എന്ന് എഴുതുന്ന ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ ഐഡൽ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷൻ വാനിറ്റി എന്നല്ല എഴുതിയേക്കണേ. അതായത് മിഥ്യകളെ, വാനിറ്റീനെ, ഒന്നുമില്ലായ്മേനെ എന്ന് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ആക്ച്വലി ഹീബ്രുവിൽ പോയി ചെക്ക് ചെയ്താൽ ആ ഒരു വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. വേൾഡ്ലി വിസ്ഡം എന്നൊരു അർത്ഥമുണ്ട്. വേൾഡ്ലി വിസ്ഡം. പ്രത്യേകിച്ച് ആ പുതിയ നിയമ കോണ്ടസ്റ്റിൽ അത് അങ്ങനെ തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ BibleHub.com അല്ലെങ്കിൽ ഹീബ്രുവിന്റെ സ്ഥാനത്തിലോ അത് പോയി നോക്കാം. അതായത് ഈ ദാവീദ് ആരെ വെറുക്കുന്നതെന്ന് അറിയാവോ? അവന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്ന, വേൾഡ്ലി സിസ്റ്റത്തിലും ബുദ്ധിയിലും ആശ്രയിച്ച് നടക്കുന്നവനെ ദാവീദ് വെറുക്കുന്നു. ഹല്ലേലൂയ. ദാവീദിനറിയാം, ഹല്ലേലൂയ, യഥാർത്ഥമായി എന്നെ കൊണ്ട് എത്തിക്കാൻ പ്രാപ്തനാകുന്ന സിസ്റ്റം ദൈവത്തിന്റെ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഇത് തന്നെ പൗലോസ് പറഞ്ഞേ, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിത്യജീവൻ. ജഡത്തെ അനുസരിച്ച് നടന്ന, അതായത് ഇത്രേ ഉള്ളൂ സംഭവം. ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിനകത്ത് ഐ ഡോണ്ട് നീഡ് യുവർ സ്പിരിറ്റ്. എനിക്ക് ദൈവത്തിന്റെ ഒരു സാധനവും വേണ്ട. ഐ നോ ഹൗ ടു ഹാൻഡിൽ, ഐ നോ ഹൗ ടു ടാക്കിൾ ദിസ് പ്രോബ്ലം, ഐ നോ ഹൗ ടു മൂവ് ഫോർവേഡ് എന്ന് ആര് പറയുന്നോ അവരൊക്കെ ഈ ജഡത്തിൽ പോകുന്ന വ്യക്തി ജീവിതങ്ങള് പലപ്പോഴും സഭകൾക്കും നമ്മുടെ സഭകൾക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നമാണ്. ഹല്ലേലൂയ. സ്പിരിറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഹല്ലേലൂയ, വല്ലപ്പോഴും വന്ന് പോകാനുള്ള സാധനമല്ല. പകരം ഹല്ലേലൂയ, അതിനാൽ കൺട്രോൾ ആവാനാണ് ദൈവം തന്നേക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ നടപ്പും, ഓരോ ജീവിതവും, ഓരോ ഡിസിഷനും, ഓരോ വാക്കും, ഓരോ കാര്യവും ഉണ്ടല്ലോ. ഹല്ലേലൂയ. യെസ്, അത് ആത്മാവ് തന്നെ നടത്തണം. ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിനകത്ത് സ്പിരിറ്റ്, ദാവീദ് പറഞ്ഞ പോലെ ആര് ഹല്ലേലൂയ ദൈവത്തിന്റെ കരത്തിലോട്ട് അവനവന്റെ ആത്മാവിനെ കൊടുക്കാൻ തയ്യാറാണ്. ഓ ജീസസ്. ഹല്ലേലൂയ. ഇനി അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഇനിയും തരാം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഹല്ലേലൂയ സദൃശവാക്യം 1-ാം അധ്യായം ഹല്ലേലൂയ 20 മുതൽ താഴോട്ടൊന്ന് വായിക്കാവോ? സദൃശവാക്യം 1-ന്റെ 20 മുതൽ. ഇവിടെ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനമായവൾ എന്താണ്? വീതിയിൽ ഘോഷിക്കുന്നു. അതിനുശേഷം വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അതെ, അവൾ
തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു. അതെ, നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ബുദ്ധിഹീനരെ. അപ്പൊ അതായത് ജ്ഞാനം പറയുവാണ്, ദൈവത്തിന്റെ ജ്ഞാനം പറയുവാണ്. എന്താണ് അവിടെ ചെയ്തിരിക്കണേ? ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. ഓക്കെ, ഹല്ലേലൂയ. യെസ്, ഇവിടെ എന്താ പറയുന്നത്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് ശ്രദ്ധിക്കണം. ഈ ട്രയാങ്കിൾ സിസ്റ്റത്തില് ഏതെങ്കിലും ഒരു വ്യക്തി പറയുക ഹല്ലേലൂയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ദൈവത്തിന്റെ സ്പിരിച്വൽ സിസ്റ്റത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഫീഡിങ്ങിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവനോട് സംവേദിക്കാൻ അനുവദിക്കാതെ ഞാൻ തന്നെ ഒരു പക്ഷെ അവൻ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവനൊരു ഗർഭിച്ചോ അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുള്ളി ആയിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, സീരിയസ്ലി, ഇഫ് someone or if anybody does not have this knowledge, we by default mistakenly സിംപ്ലി നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യും. കാരണം ഈ നമ്മളെ അല്ല, ഈ ആത്മാവില്ലാത്ത, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് കിട്ടാത്ത മനുഷ്യര് ജീവിക്കുന്നത് ഇത്. അവർക്ക് സ്പിരിറ്റ് ഇല്ല, അവർക്ക് സ്പിരിറ്റുമായിട്ടൊരു ആക്സസും ഇല്ല, ദൈവം കൊടുത്തിട്ടില്ല, അവർക്ക് കിട്ടത്തുമില്ല. ആത്മാവില്ലാത്ത ആൾക്കാരാണ് സാധാരണ വ്യക്തി ജീവിതങ്ങൾ. നമുക്ക് ആത്മാവുണ്ട്, പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാ അറിയാവോ? ഈ ആത്മാവിനെ ചിലപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈ ആത്മാവിനെ നമ്മുടെ ജീവിതം നയിക്കാൻ, അതായത് ഈ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ. അപ്പൊ ഈ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം എന്നുള്ളത് ഈ ആത്മാവിന്റെ സിസ്റ്റത്തിൽ മാത്രം നടക്കുന്ന ഇടപാടാണ്. നമ്മളിനി ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ ദൈവം അനോയിന്റ് ചെയ്ത് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു, അത് എന്നിൽ തന്നൊരു ടാസ്കാ. ഞാൻ ഈ പ്രസംഗിച്ചിട്ട് ഈ പ്രസംഗിക്കാനുള്ള എന്റെ ടാസ്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രസംഗം ഒരു മാർക്കല്ല ദൈവത്തിന് മുമ്പിൽ. ഞാൻ എന്റെ ബാക്കി എന്റെ ലൈഫിലോട്ട് പുറത്തോട്ട് പോകുമ്പോ ഞാൻ ഈ പറഞ്ഞ സാധനത്തിലാണോ ജീവിക്കണത് മാത്രമേ ദൈവം നോക്കുള്ളൂ. അല്ലെങ്കിൽ ദൈവം പറയും ഞാൻ നിന്നെ അറിയുന്നില്ല. കാരണം എന്നാ? എന്നിൽ വസിക്കുന്ന സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഇവിടെ പ്രവചിക്കുകയോ എന്തെങ്കിലും വാക്യോ പറയുകയോ ചെയ്താൽ അത് ആരുടെ? ആക്ച്വലി എന്റെ അല്ല, ദൈവത്തിന്റെയാ. ഓരോ വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ അന്യഭാഷ പറയുവോ, അല്ലെങ്കിൽ രോഗശാന്തി എടുക്കുവോ, അല്ലെങ്കിൽ പ്രവചിക്കുവോ, അല്ലെങ്കിൽ വീര്യപ്രവൃത്തി ചെയ്യുവോ, അങ്ങനെ പല സാധനം ഇതൊന്നും നമ്മുടെ അല്ല. വി ആർ ജസ്റ്റ് കസ്റ്റോഡിയൻ. നമ്മുടെ അല്ലത് ദൈവമാണ് അത് ചെയ്തേ. നമുക്ക് അതിനകത്തൊന്നും പോഴുവാനില്ല. വളരെ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മൾ ആരുടെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആ ഉടമസ്ഥൻ ചോദിക്കുക ഇന്ന് എന്റെ ഒരാൾ അവിടെ വരും, അല്ലെങ്കിൽ ആ സാധനം എടുത്തോണ്ട് അയാൾ അകത്തോട്ട് പോയിട്ട് ഇന്ന സാധനം എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന കാര്യം നീ ചെയ്തു കൊടുക്കണം. കാരണം ഇവന്റെ സ്വന്തം അതായത് ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടില്, അപ്പം ഉടമസ്ഥൻ വന്ന് വാടകക്കാരനോട് പറയാ ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾ വരും, ജസ്റ്റ് വരും, ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റി വല്ലതാണോ? ഉടമസ്ഥൻ പറഞ്ഞു, അവന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അതുപോലെ നമ്മൾ പറയും ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പരിശുദ്ധാത്മാവ് കിട്ടിയ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് ദൈവം കൊടുക്കും, ഉറപ്പായിട്ട് കൊടുത്തേ പറ്റൂ. ദൈവത്തിന്റെ സിസ്റ്റമാണ്. പക്ഷേ അതുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആത്മാവിൽ നടക്കുന്നതാവില്ല. ആത്മാവിൽ നടക്കണ ഈ ട്രയാങ്കിൾ സിസ്റ്റത്തില് ദാവീദ് പറഞ്ഞതുപോലെ, കാരണം എന്താ പറയാവോ ഹല്ലേലൂയ, സാത്താൻ എന്താ ചെയ്യുന്നേ? നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച ആ റെവലേഷൻ 12:10 എന്താ എഴുതിയെന്ന് അറിയോ? അവന്റെ രാപ്പകൽ അവന്റെ വൃദ്ധന്മാർക്ക് എതിരായിട്ട് അപവാദം പറയുന്ന അപവാദിയെ തള്ളിയിട്ടുമല്ലോ എന്നാണ്. അതിനുശേഷമാണ് 11-ാം വാക്യം വരുന്നത്. അപ്പോ ഈ സാത്താന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സാത്താന്റെ സിസ്റ്റം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ എന്താ വന്നത്, നമ്മൾ വേറെ വ്യാഗമായി എങ്ങനെയാ ഒരു ദുഷ്പ്രവൃത്തിക്കാരനായിട്ട് തീരണേന്നാണ്. ഹല്ലേലൂയ. സാത്താന്റെ സിസ്റ്റം മനസ്സിലാക്കണം ശരിക്കും. വിശ്വാസിനെ പറ്റി നമ്മൾ വിശ്വാസികളായിട്ട് വിശ്വാസികളുടെ രീതിയിൽ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ സിസ്റ്റത്തിലുണ്ടല്ലോ, സപ്പോസ് ആൾ വിശ്വാസി അല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ഈ മനുഷ്യൻ കാണുന്ന സാധനം മൊത്തം, അവന്റെ ചുറ്റുപാടും അവൻ ഇന്ററാക്ട് ചെയ്യുന്ന പ്രതലം മൊത്തം ഈവിളാണ്. സാത്താനാൽ അല്ലെങ്കിൽ സാത്താന്റെ സാധനം മൊത്തം നമ്മൾ കാണുള്ളൂ.
വിശ്വാസികളാണ് നമ്മൾ കാണുന്നത്, ഇടപെടുന്നത് എല്ലാം അതൊക്കെ തന്നെയാ. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ ആത്മാവിനാൽ ഫീഡർ ആണെങ്കിൽ, ആത്മാവിന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും നടക്കുകയും ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യെസ്, അങ്ങനെ ഉള്ള വ്യക്തിയാണെങ്കിൽ തിങ്സ് ആർ ഡിഫറെന്റ്. ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. ഇത് വലിയ ഭയങ്കര ഒരു ഡീപ്പായ ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ദൈവം അസൈൻ ചെയ്ത കാര്യം നിങ്ങളുടെ ഉള്ളിലോട്ട് ആഴത്തിൽ വിടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഹല്ലേലൂയ, ഈ ഇങ്ങനത്തെ ഫീഡ്, അതായത് ഈ ട്രയാങ്കിൾ ഉള്ള മനുഷ്യൻ, ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ അവൻ ജീവിക്കും. അവന് സോളുണ്ട്, അവന് ബുദ്ധിയുണ്ട്, അവന് തലയുണ്ട്, അവന് ബ്രെയിൻ ഉണ്ട്, അവന് ബോഡി ഉണ്ട്, അവന് സ്പിരിറ്റും ഉണ്ട് ദൈവം കൊടുത്തേക്കണ. പക്ഷേ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് മാത്രമേ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ആക്സസ് ഉള്ളൂ. ഹല്ലേലൂയ. അതില്ലാത്ത വ്യക്തിക്ക് ഹോളി സ്പിരിറ്റ് ആക്സസ് ഇല്ല. അവൻ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവന്റെ ചുറ്റും നടക്കുന്ന, അവന്റെ സ്വന്തം ബുദ്ധിയിൽ നടക്കും. സ്വന്തം ബുദ്ധിയിൽ നടക്കുന്ന സാധനം ഈ പ്രൊവർബിൽ വായിച്ചു, അതിന് ശേഷം കൂടെ ഒന്ന് വായിച്ചു, 1:33 വരെ ഉണ്ട്. സ്വന്തം ബുദ്ധിയിൽ നടക്കുന്നവൻ, സമയമില്ലാത്തവനെ വായിക്കുന്നില്ല, വീട്ടിൽ പോയി വായിക്കണം. ഇവൻ യെസ്, ഹല്ലേലൂയ, യെസ്, ഇവൻ അതായത് ആത്മാവിന്റെ ഫീഡ് ഇല്ലാതെ സ്വന്തം ബുദ്ധിയിൽ നടക്കുന്ന ആൾക്കാരുടെ കാര്യം അയ്യോ കഷ്ടം. അതായത് അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഞാൻ എന്റെ മനസ്സ് പൊഴിച്ചിരുന്ന മലയാളത്തിൽ എഴുതിയേക്കണം. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഐ വിൽ pour out my spirit upon you, അങ്ങനെയല്ല എഴുതിയേക്കണേ. സ്പിരിറ്റ് എന്നല്ല എഴുതിയേക്കണേ അവിടെ. മനസ്സല്ല, അത് സ്പിരിറ്റാ. ഞാൻ എന്റെ സ്പിരിറ്റ്, ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിലെ ഞാൻ എന്റെ സ്പിരിറ്റ് നിങ്ങൾക്ക് തരുമായിരുന്നു. യെസ്, നിങ്ങൾ എന്റെ ശാസനയ്ക്കൊന്ന് തിരിഞ്ഞായിരുന്നെങ്കിൽ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേട്ടായിരുന്നെങ്കിൽ. എന്നിട്ട് അവർ കേൾക്കില്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് അതിന് ശേഷം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം വായിക്കാൻ വേണമെങ്കിൽ 29-20 അതിന് ശേഷം വേണമെങ്കിൽ 30-ാം വാക്യം വായിക്കാം. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനമൊക്കെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴികളുടെ ബലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളെ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ദോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. ആ വാക്യൊക്കെ ശരിക്കും വായിച്ചാൽ ഇതിന്റെ ഡേഞ്ചർ മനസ്സിലാകും, ഈ ജഡത്തിൽ നടക്കുന്നതിന്റെ ഡേഞ്ചർ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിലാണ് മറന്നുപോലെ. വി ഹാവ് എ സോൾ. സാത്താൻ എന്താ ടാർഗറ്റ് ചെയ്യുന്നറിയോ? എങ്ങനെങ്കിലും ഇവന്റെ സോളിനെ നശിപ്പിക്കണം. ഈ സോളിനെ നിത്യ നരകത്തിൽ, ഇവന്റെ മറ്റേ സ്പിരിറ്റ് ദൈവത്തിന്റെ അടുത്തോട്ട് പോവും, ഇവന്റെ ബോഡി മണ്ണി പോവും, ഇവന്റെ സോളിനെ നശിപ്പിക്കണം. ഹല്ലേലൂയ. ദാവീദ് ഇത് അറിഞ്ഞോണ്ട് പറയാ, ഹല്ലേലൂയ, യെസ്, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു ലീവ്, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊസീഡ്. യെസ്, എനിക്കറിയത്തില്ല, യെസ്, എങ്ങനെ എന്റെ ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കിയത് എന്ത് ഉദ്ദേശത്തിനാണ് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, യെസ്, ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, യഥാർത്ഥമായി ഏൽപ്പിച്ചു കൊടുത്താൽ, തർപ്പിച്ചു കൊടുത്താൽ, ഓ, അവൻ എന്നെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയി നടത്തുമെന്ന്. ഹല്ലേലൂയ. യെസ്, ആമേൻ. യഥാർത്ഥമായി വിശ്വസിച്ച് ദൈവമേ, ഹല്ലേലൂയ, യെസ്, എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥന. ഈ ദാവീദും മോശയും ഒക്കെ കണ്ടമാനം എഴുതിയിട്ടുണ്ട്. ഈ ദാവീദ് കണ്ടമാനം എഴുതിയിട്ടുണ്ട്, ലീഡ് മീ, ഗൈഡ് മീ, ടീച്ച് മീ. അല്ലെ, മോശ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വഴി എന്നെ അറിയിക്കാതെ ഞങ്ങൾ വിടുന്നത് പോകല്ലേ, ഞങ്ങളുടെ നിന്റെ വഴി എന്നെ അറിയിക്കാതെ, ഹല്ലേലൂയ, ഞങ്ങൾ ഇവിടുന്ന് പോവല്ലേ, പുറപ്പെടുത്തലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശയ്ക്ക് അറിയാം, ദാവീദിന് അറിയാം, പഴയ വിശ്വാസികൾക്ക് അറിയാം. ഹല്ലേലൂയ. സാത്താൻ ഭയങ്കര തന്ത്രശാലിയാ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മള് പെന്തക്കോസ്തുകാരൻ നമുക്കെല്ലാം അറിയാന്ന് പറഞ്ഞ് ധാരണയിലിരിക്കുക. പ്രിയ ദൈവങ്ങളെ, ഒന്നും അറിയില്ല. സീരിയസ്ലി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും വരും, ഓരോ കാര്യം പുതിയതായി പഠിപ്പിക്കുമ്പോൾ ഞാൻ ഞെട്ടുമാണ്. എത്ര 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 സമയം ഡൗണിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഐ നോ ഹൗ ടു ഹാൻഡിൽ, ഐ നോ ദ സിറ്റുവേഷൻ. എപ്പോഴാണ് ദൈവത്തെ ചോദിക്കണേ? എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരു രക്ഷയില്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തോട്ട് പോകും. എന്റെ പൊന്നെ, അങ്ങനൊന്നും അല്ല ഇടപാട്. അതല്ല ദൈവത്തിന്റെ സിസ്റ്റവും. ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ടാണ് തട്ടിക്കളയാതെ. ദൈവം ഇവിടെ ഈ സദൃശവാക്യം 1:20-33 ധ്യാനിച്ചൊന്ന് വായിക്കണം. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവം വിളിക്കുന്നവനെ ബുദ്ധിഹീനൻ എന്നാണ്. ഇത് വിശ്വാസികൾക്കുള്ള സാധനമാണ്. പ്രിയ ദൈവങ്ങൾ, ഇത് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയാം.
നമ്മൾ അറിയേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണേ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലാതെ ബ്രദറുകാർ പറഞ്ഞ പോലല്ല ഈ എല്ലാ സാധനവും ഇതിനകത്ത് എഴുതിയേക്കുന്ന അങ്ങനൊന്നുമല്ല. ലോഗോസും ഉണ്ട്, റീമയുണ്ട്. ഹല്ലേലൂയ. വ്യക്തമായി യെസ് ഹല്ലേലൂയ. ഞാൻ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് പോണോ വേണ്ടായോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നെഹമ്യാവ് ഒറ്റ പ്രാർത്ഥനയ്ക്ക് അത്രയും കാര്യം, അല്ലെങ്കിൽ ഒരു വലിയൊരു മിഷൻ, വലിയൊരു പ്രൊജക്ട് ചെയ്യാനുള്ള ഫുൾ ഐഡിയയും ഒറ്റയടിക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചുള്ളൂ. കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റിയെങ്കിൽ ഇന്നും ആ ദൈവം നമ്മുടെ ദൈവമാ, ഇന്നും അത് പ്രവർത്തിക്കും. ഞാനും യെസ് അനുഭവിക്കുന്ന ആൾ, അനുഭവത്തിന്റെ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയും എന്താ നടക്കണേ, എന്താ ചെയ്യണ്ടേന്ന്. നമ്മൾ അറിയേണ്ട സാധനം അറിയിക്കും. ഇനി എല്ലാം അറിയിക്കും ചോദിച്ചാൽ ഇല്ല എന്നാണ് ആൻസർ. കാരണം നമ്മുടെ അബ്രഹാം കുഞ്ഞിനെ അല്ലെങ്കിൽ ഇസാഖിനെ യാഗം കഴിക്കാൻ പറഞ്ഞു. ഒരു പക്ഷെ അബ്രഹാം ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിക്കണം, വാട്ട് വിൽ ഹാപ്പൻ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്. ഇപ്പൊ അബ്രഹാമിന് അറിയാമെങ്കിൽ പിന്നെ അതിനകത്തൊരു കഥയില്ല, അതിനകത്ത് വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അബ്രഹാം നോസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ ചില കാര്യങ്ങളെ പറയൂ. യോന മത്സ്യത്തിന്റെ വയറ്റി കിടക്കുമ്പോ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഹി നോസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അയ്യോ വിളിച്ചിട്ടുണ്ടാവും. ദൈവം പറയുന്നില്ല. ദൈവം ഗ്രേസ് ഉള്ള കരുണയുള്ള. ദാറ്റ് മീൻസ് ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നമ്മളെ സക്സസ്ഫുൾ ആയി നടത്തേണ്ടുന്ന വഴിയിൽ നടത്തിക്കാൻ ആ കമ്മ്യൂണിക്കേഷൻ തരാൻ എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിലൂടെ വചനത്തിലൂടെയോ എങ്ങനെയെങ്കിലും ദൈവം തരും. അറിയേണ്ടത് തരും. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയാൻ ദൈവം വ്യക്തമായി ആഗ്രഹിക്കുന്നു. ദൈവം അത് വെളിപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഗർവിച്ചു, ഒരുപക്ഷെ നമുക്ക് അറിവില്ലാതെ ഗർവിച്ചു എന്ന് ഞാൻ പറയില്ല. വി സപ്പോസ് ഇഫ് someone doesn't know about this particular principle, അവൻ അവന്റെ രീതിയിൽ തന്നെ ജീവിക്കും. അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവൻ പോയി ഞാൻ സകല മാനേജ്മെന്റിലുള്ള ആൾക്കാർക്ക് സോർട്ട് അനാലിസിസ് ഒക്കെ നടത്തും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, അങ്ങനെയൊക്കെ വലിയ സാധനങ്ങളൊക്കെ. ഞാനൊക്കെ MBA ആണ്, അപ്പൊ എനിക്ക് മാനേജ്മെന്റ് സാധനം അറിയാം. അതുപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബെസ്റ്റ് ബ്രില്യന്റ് ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് ആന്റിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ മാനേജ്മെന്റ് ഒക്കെ അവിടെ നിന്നാണ് വന്നേക്കുന്നത് തന്നെ. പ്രിയ ദൈവമക്കളെ, ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ അസ്. സീരിയസ്ലി ഐ എം സോറി ടു സേ, ഞാനും ഒരു ബിസിനസ്സുകാരനാണ്, ഞാനും മാനേജ്മെന്റിന്റെ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണ്. പക്ഷേ ദൈവത്തിന്റെ മക്കളാണോ, വിളിയുണ്ടോ? ഹല്ലേലൂയ. We have only one source, that is Holy Spirit. We have only one source, that is Holy Spirit. Yes, hallelujah. Yes, ദൈവം. Yes, amen, hallelujah. Yes, എന്റെ hallelujah. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ ഉയർന്നിരിക്കുന്നത് പറഞ്ഞ ദൈവമാണെങ്കിൽ hallelujah. Oh Jesus, he is powerful enough to lead us successfully with that much difference. അത്രയും ഡിഫറൻറ്റില് നടത്താൻ പറ്റും. ഒറ്റ തിങ്ങേ ഉള്ളൂ, ദാവീദ് കാണിച്ചതുപോലെ. ഹല്ലേലൂയ. Don't rely on your mere that triangle. Rather take feed from Holy Spirit. ഹല്ലേലൂയ. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഫീഡ് മറ്റവൻ തരും. ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിലെ ഹോളി സ്പിരിറ്റിൽ നിന്ന് നമ്മൾ ഫീഡ് എടുത്തില്ലെങ്കിൽ നമ്മളെ എങ്ങനെങ്കിലും ഹല്ലേലൂയ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ തെറ്റായ ഫീഡ് തരും. നമ്മൾ നടക്കുന്ന എല്ലാം നന്നായി തോന്നും, എല്ലാം ബെസ്റ്റാന്ന് തോന്നും, ബ്രില്യന്റ് ആന്ന് തോന്നും. അവൻ നമ്മളെ നിങ്ങൾ അറിയാതെ നിങ്ങൾ മോഷ്ടിക്കപ്പെടുവാണ്, ചതിക്കപ്പെടുവാണ്, നശിക്കപ്പെടുവാണ്, കൊല്ലപ്പെടുവാണ്. അവസാനം ആ സോളിനെ നിത്യ നരകത്തിൽ എത്തിക്കുകയും നിത്യമായ നാശമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ദാവീദ് ബ്രില്യന്റ് പ്ലാൻ. പ്രിയ ദൈവങ്ങളെ, നമ്മളിപ്പോൾ ജീവനോട് ഇരിക്കുമ്പോ ഈ സ്പിരിറ്റിന്റെ കൺട്രോൾ നമ്മുടെ അല്ലെ? അതായത് എന്റെ സ്പിരിറ്റിന്റെ കൺട്രോള് ഇറ്റ് ഈസ് ഇൻ മൈ ഹാൻഡ്. എനിക്ക് ഡിസൈഡ് ചെയ്യാം പരിശുദ്ധാത്മാവിന് അതിന്റെ നിയന്ത്രണം കൊടുക്കണോ സാത്താന് കൊടുക്കണോ എന്ന്. പരിശുദ്ധാത്മാവിന് നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുത്തില്ലെങ്കിൽ സാത്താൻ തന്നെ ഒന്ന് എടുത്തോളൂ. സാത്താന്റെ സാത്താൻ ഇടിച്ചു കയറി വരും. അവൻ കള്ളനാ. അവൻ എങ്ങനെയെങ്കിലും നമ്മളിൽ ഉള്ളിൽ കയറി എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ നോക്കും. പക്ഷേ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്, അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നു, നമ്മുടെ സോളിനെ നശിപ്പിക്കാൻ നോക്കുന്നു എന്നാ. വ്യക്തമായി അറിയാമെങ്കിൽ, നമ്മൾ ഈ ട്രയാങ്കിൾ ആണെന്ന് ബോധമുണ്ടെങ്കിൽ, പ്രിയതേപ്പോൾ ഇന്ന് മുതൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനും ഓരോ തീരുമാനവും രാവിലെ എഴുന്നേൽക്കും പോലെ ദൈവമേ ഇന്ന് തന്നെ പ്ലീസ് ലീഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഹല്ലേലൂയ. ഇന്ന് എന്നെ സഹായിക്കണമേ. അങ്ങനെ ഓരോ ദിവസവും ഓരോ തീരുമാനത്തിലും ദൈവമേ ഇത് ചെയ്തേ പറ്റൂ. ഇതെനിക്ക് ആവശ്യമുണ്ട്. ഇത് സത്യമാണ്. ദാവീദ് ഇങ്ങനെയായിരുന്നു, മോശ ഇങ്ങനെയായിരുന്നു, പൗലോസ് ഇങ്ങനെയായിരുന്നു.
ഹല്ലേലൂയ. മാത്രമല്ല എനിക്ക് അവിടുത്തെ എത്തണമെങ്കിൽ ഞാൻ പ്യുവർ ആയിരിക്കണം. എന്റെ സാക്ഷ്യം ഒക്കെ ആയിരിക്കണം. എന്റെ സാക്ഷ്യത്തിന് അത് കൊടുക്കുന്ന ആള് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തവും ആ ജീവജലവും ദൂതന്മാരും ഈ പൊടിയും ഒക്കെയാണല്ലോ. സാക്ഷികൾ ഇത്ര വലിയ, അതുകൊണ്ടാണ് ഒത്തിരി ഉണ്ടല്ലോ സാക്ഷി, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതിയത്, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം എഴുതിയേക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു തമാശയല്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുക, ഒരു കുഞ്ഞിനെ, നമ്മൾ എന്തിനാ പിള്ളേരെ സ്കൂളിലൊക്കെ വിടണേ? ഭയങ്കര പീഡിച്ച്, അല്ലെങ്കിൽ ചിലരൊക്കെ പലരും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പരീക്ഷ ഇന്ന് വേബിലും വന്നിട്ടില്ല. ദാറ്റ്സ് ഫാക്ട്. ഹല്ലേലൂയ. അവന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പിള്ളേർക്ക് 1 മുതൽ എക്സാം കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മള് പിള്ളേരെയൊക്കെ എന്തിനാ വിടണേ സ്കൂളില്? ഇവരെങ്ങനെയും പഠിച്ച് ഇവൻ ഒരു സ്വന്തം കാലിൽ നിൽക്കുക, ഇവനൊരു നല്ല ഭാവി കിട്ടുക, ഇതൊക്കെയല്ലേ അതിനല്ലേ വരണേ? അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഓഫ് കോഴ്സ് അവരവർക്ക് നന്നായിട്ട് ജീവിക്കണ്ടേ? ഇവർക്ക് അതിനെ കുറിച്ച് ബോധമില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ അവരെ തല്ലി കൂട്ടി പഠിപ്പിക്കുക. ഇനി ഏതെങ്കിലും ഒരു കൊച്ചിങ്ങനെ വിചാരിക്കുക, ഓ അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് സ്കൂളിൽ പോകണ്ട, ഞാൻ സ്കൂളിൽ പോകണില്ല, ഞാൻ പഠിത്തം നിർത്തി. ഈ പഠിത്തം നിർത്തിയിട്ട് അവന് 10, 20, 25, 30 വയസ്സാകുമ്പോൾ ഇവൻ ചിലപ്പോൾ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയെന്ന് വെച്ചോ. ഇവൻ ആരെങ്കിലും ഒരു നല്ല ജോലി കൊടുക്കുമോ? വേർ ഹി വിൽ ബി? അവന്റെ സ്റ്റാൻഡേർഡിനുള്ള അവസ്ഥയെ കിട്ടുള്ളൂ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവം വചനത്തിൽ ഒരു വലിയ വാണിംഗ് തന്നിട്ടുണ്ട്. ആമേൻ. എന്റെ ജനം നോളജ് ഇല്ലാത്തതുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ ആ നോളജ് എന്നാ ഉപയോഗിക്കുന്നത് കേട്ടോ. പരിജ്ഞാനം എന്നുള്ള മലയാളത്തിലെ അഗെയിൻ ട്രാൻസ്ലേഷന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഞാൻ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഹോശിയ പ്രവചനത്തിലുണ്ട്, എന്റെ ജനം നശിച്ചു പോകുന്നു. പ്രിയദൈവങ്ങളെ, ഇഫ് യു ഡോണ്ട് ഹാവ് ദ പ്രോപ്പർ നോളജ്, അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം. യേശു എന്താ പറഞ്ഞേ? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. പലപ്പോഴും നമുക്ക് എന്റെ ഈ ബൈബിൾ എല്ലാം, അതായത് ഈ ഇങ്ങനെ ബ്രദറുകാരൊക്കെ ചിന്തിക്കുന്ന പോലെ മൊത്തം കാണാതെ പഠിച്ചിട്ട് അതിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് എടുക്കാം, അങ്ങനെ സിസ്റ്റം ഒന്നും അല്ല. ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, യെസ്, ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് us. പക്ഷെ ഒരു ഡിസൈർ നമുക്ക് ഓരോരുത്തർക്കും വേണം. ബി ട്രൂത്ത്ഫുൾ ടു യുവർസെൽഫ്. ബി ട്രൂത്ത്ഫുൾ ടു യുവർസെൽഫ്. കാരണം ഒരു സത്യമുണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്, ബട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിലാണ് നമ്മൾ. ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ലൈഫ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ, ഓ ഹല്ലേലൂയ, യെസ്, he will take the lead. He will do necessary. He will teach you what you really want. Hallelujah. And he will make it happen. Hallelujah. Yes, കൈവിടപ്പെട്ടു പോകത്തില്ല. ഫുൾ ടൈം. ഇത് ഇടയ്ക്കാവരുത്, വൺസിന് വയലാവരുത്, ഫുൾ ടൈം. യെസ്, ഹല്ലേലൂയ. ഫുൾ ടൈം. എപ്പോഴും എപ്പോഴും എപ്പോഴും, എല്ലാ സമയത്തും, എല്ലാ കാര്യത്തിലും, എല്ലാ ഇൻവോൾവ്മെന്റിലും. ഹല്ലേലൂയ. എനിക്കൊന്നും അറിയത്തില്ല. യെസ്, even though I take some decision also, ദൈവം എന്നെ വിളിക്കുന്നത് ഫൂൾ എന്നാണ്. നോ, എനിക്ക് ചിലപ്പോൾ എനിക്ക് അറിയാം, ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ് പർട്ടിക്കുലർ തിങ്, ബട്ട് അതെനിക്ക് വേണ്ട. ഞാൻ എന്റെ ഐഡിയയിൽ എന്നെ പഠിച്ചതും ഒന്നും വേണ്ട. ദൈവമേ, യു ഗീവ് മീ ഇത് ഐഡിയ എന്ന് പറഞ്ഞാൽ അവൻ, ദൈവം ആ ഒരു പർട്ടിക്കുലർ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നതിനേക്കാൾ എക്സലന്റ്, ബ്രില്യന്റ് ആയിട്ട് ദൈവം ചെയ്തു തരും. കാരണം അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. യെസ്, നമ്മൾ ദൈവത്തിന്റെ മക്കൾ, അവന്റെ സ്വഭാവത്തിൽ. ഇത് എന്റെ കൊച്ചാണ്, ഉള്ളിലിരിക്കുന്ന ആത്മാവും. യെസ്, ഹല്ലേലൂയ. യെസ്, യേശുവിന്റെ രക്തവും ആ ജീവജലവും ദൂതന്മാരും ഒക്കെ പറഞ്ഞുണ്ടെങ്കിലോ, ഹല്ലേലൂയ, ഓ ആ ഒരു യെസ്, എന്റെ കൊച്ചാണിത്, അവൻ ചെയ്യുന്നത് ബ്രില്യന്റ് ആണ്, ദൈവത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രിയ ദൈവങ്ങളെ, ഇത് മറക്കരുത്. ഈ ട്രയാങ്കിൾ മറക്കരുത്. ഈ ദൈവത്തെ ഒന്നും എനിക്ക് വേണ്ട, ഈ സ്പിരിറ്റ് എനിക്ക് വേണ്ട, ഐ നോ ഹൗ ടു ഹാൻഡിൽ എന്ന് ആരെങ്കിലും ചിന്തിക്കോ പറയുകയോ ജീവിക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ആർ എ ബിഗ് ഫൂൾ. യു ആർ ഗോയിങ് ടു ഡിസ്ട്രക്ഷൻ, ദാറ്റ്സ് ഫോർ ഷുവർ. ബട്ട് ആരെങ്കിലും ദൈവമേ, ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ തരുക. Yes, come on. Give me your spirit. Yes, tell me what to do. Yes, I don't know. Yes, but give me instruction. Give me guidance.
എന്ന് ആര് ചോദിക്കുന്നു? യെസ്, ഹല്ലേലൂയ. ഏറ്റവും ബ്രില്യന്റ് ആയ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ യെസ് ആമേൻ ഹല്ലേലൂയ സാധിക്കും. ഹല്ലേലൂയ. യെസ്, ഒരു ലാസ്റ്റ് ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 5:2. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:2. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ച് അവരുടെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. ആമേൻ ഹല്ലേലൂയ. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയണമെന്ന് അറിയാമോ? നമ്മൾ ആക്ച്വലി അവന് സഹായം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവനെ ടേക്ക് കെയർ ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൽപ്പനകളെ ഹല്ലേലൂയ അനുസരിച്ച് നടക്കുമ്പോൾ. അതായത് ഈ സ്പിരിച്വൽ ട്രയാങ്കിൾ സിസ്റ്റം പോ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസം രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, ഇന്ന് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ അത് ഞാൻ പറയുന്ന it is a fact, it will happen, but don't think that it is that easy. അതായത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വഴിയിലോട്ട് നടന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്നും എനിക്കൊന്ന് 2017 ആ സമയം മുതലേ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ ഇടയ്ക്ക് എനിക്ക് അത് കുറച്ച് വർഷങ്ങൾ അങ്ങനെയായിരുന്നു. ആ സമയത്ത് ബിൽഡിംഗ് അപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ് നമ്മുടെ ഹൃദയത്തിൽ. ഈ സോളിനകത്ത് സാത്താൻ ദുർനിക്ഷേപം ഇടും ഹൃദയത്തിൽ. ആ സാത്താൻ ഈ ഭയങ്കര തന്ത്രശാലിയാണ്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ദുഷ്പ്രവർത്തിക്കാരാവണ്. ഒന്ന് സ്പിരിറ്റ് ഇല്ലാത്തത് ഓട്ടോമാറ്റിക്കലാവും. മാത്രമല്ല അത് കൂടാതെ അവൻ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ദുർനിക്ഷേപം ഇടും. പല കാര്യത്തിനോടും പ്രത്യേക അഫിനിറ്റി, പ്രത്യേകമായ ഒരു ബലഹീനത പല സ്വഭാവങ്ങളുണ്ടാവും. ദേഷ്യമടക്കം, മോഷണമടക്കം, അതുപോലെ പോണോഗ്രാഫിയോ അല്ലെങ്കിൽ ദുർനടപ്പോ, വാട്ടവർ, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെ ദുർനിക്ഷേപമാണ്. അത് യേശു തന്നെ പഠിപ്പിച്ച സാധനം. ഈ ദുർനിക്ഷേപത്തെ പുറത്താക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ദൈവമേ ലീഡ് മീ ഇൻ യുവർ ട്രൂത്ത്. അപ്പൊ ബാക്കിയൊക്കെ വഴിയേ വന്നോളൂ. ഹല്ലേലൂയ. യെസ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കേസ്. പരിശുദ്ധാത്മാവ് നടത്തും, ഉറപ്പായിട്ട് നടത്തും. പക്ഷെ നമ്മൾ ഇഷ്ടംപോലൊക്കെ നടന്നിട്ട് നാളെ മുതൽ ദൈവമേ എന്നോട് ഇപ്പൊ സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക്. പക്ഷെ ഇഫ് യു റെഗുലർലി ആസ്ക് ഗോഡ് കണ്ടിന്യൂസ്ലി, എന്നും രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയില് ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ യെസ്, ദൈവം സംസാരിച്ചു തുടങ്ങും. പിന്നെ അത് ഒരു ഓട്ടോമാറ്റിക് ഫ്ലോ ആവും, സ്ട്രീം ലൈൻ ആവും. ഹല്ലേലൂയ. ഈ വചനങ്ങളാണ് ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നത്.